കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടതടവില്ലാതെ മനുഷ്യക്കുരുതി നടത്തി ഗാസയെ പാഴ്ഭൂമിയാക്കി മാറ്റുക എന്ന ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത പ്രതിജ്ഞ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. തങ്ങൾക്ക് ഭീഷണിയായി വന്നവരെയെല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി കഴിഞ്ഞു. ലബനനിലേക്കും യമനിലേക്കും സിറിയയിലേക്കും അക്രമം വ്യാപിപ്പിച്ചും അമേരിക്കൻ പിന്തുണയോടെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും ആക്രമണ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവന്നും ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കൊന്നും നിലയ്ക്ക് നിർത്താനാകാത്ത രാഷ്ട്രമായി ഇസ്രായേൽ മാറുന്നതാണ് 2024 അവസാന മാസങ്ങളിൽ കണ്ടത്. 2025 കടക്കുമ്പോൾ അതിനൊട്ടും കുറവ് വരുന്നില്ല. ഈ ദിനത്തിൽ തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ്. ഇസ്രായേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂത്തികൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങി ഇസ്രായേൽ. ഗാസയിലും ലബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും ഇസ്രായേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനായി UN-ൽ അവർ വാദമുയർത്തിയിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളെ ഇല്ലാതാക്കാമെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഹൂത്തികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് US പിന്തുണയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും സിറിയയിൽ ബഷാറുൽ അസദിന്റെ വിധി ഹൂത്തികൾക്കും വരുമെന്നാണ് ഭീഷണി. ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും $120 കോടി വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മുടക്കുകയാണെന്നും UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ പറഞ്ഞു. എന്നാൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ചു. വൈദ്യുതി നിലയങ്ങൾ, സന വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ബെൻ ഗൂറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി. 2 ആഴ്ചയ്ക്കിടെ 7ാം തവണയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇതേ കാലയളവിൽ അവർ ഡ്രോണുകളും അയച്ചിരുന്നു. ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സൈറണുകൾ മുഴങ്ങിയിരുന്നു. തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ജെറുസലേമിന് സമീപമുള്ള ബെയ്ത്ത് ഷമേഷ് നഗരത്തിലാണ് മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ പതിച്ചത്. അതേസമയം മിസൈൽ തകർത്ത ശബ്ദം കേട്ട് സുരക്ഷിത ബങ്കറുകളിലേക്ക് ഓടുന്നതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ കുറേ സമയം നിർത്തിവെച്ചിരുന്നു. മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് ടെലവീവ് നഗരത്തിൽ ഇസ്രായേലിലെ പ്രമുഖ കവിയും ഗായകനുമായ മോഷെ പെരറ്റ്സിന്റെ സംഗീതമേള നടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സംഗീത പരിപാടിക്കായി ഒത്തുകൂടിയിരുന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് കാണികളിൽ പലരും ചെറുതായി പരിഭ്രാന്തരായി എങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഹൂത്തി നേതാക്കൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു.